1250 റേഞ്ചിൽ കോട്ട സിൽക്ക് ഫാബ്രിക്കിൽ എംബ്രോയ്ഡറി വരുന്ന ഡെയിലി വെയർ കളക്ഷനാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. നല്ല ഷെയ്ഡ്സും നല്ല പാറ്റേണും ആണ്. ടോപ്പിൽ ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു എംബ്രോയ്ഡറി സീക്വൻസ് വർക്കാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ടയിൽ ഇങ്ങനെ ഹാൻഡ് ടെപ്ചി വർക്കിനൊക്കെ സിമിലർ ആയിട്ടുള്ള എംബ്രോയ്ഡറി സീക്വൻസ് വർക്കും ഓൾ ഓവർ വന്നിട്ടുണ്ട്. റേറ്റ് 1250. അനിയൻ പിങ്ക് ആണ് നമ്മുടെ ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. കോട്ട സിൽക്ക് ഫാബ്രിക്കിൽ ഫ്രണ്ടിൽ ഫുള്ള് ഇങ്ങനെ ആ ഒരു ലൈറ്റ് ബേജ് ഷെയ്ഡിലുള്ള എംബ്രോയ്ഡറി ബുട്ടീസും ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നടുക്കൊരു സീക്വൻസ് വർക്കും കൊടുത്തിരിക്കുന്നു. സിമ്പിളായിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ്. സെയിം ഷെയ്ഡിലുള്ള സാറ്റിൻ കോട്ടൺ ബോട്ടം, ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് വന്നിരിക്കുന്നത്. ടോപ്പിൻ്റെ സെയിം ഫാബ്രിക്കിൽ ദുപ്പട്ട വന്നിട്ട് ആ ഒരു ലൈറ്റ് ബേജ് ഷെയ്ഡിലുള്ള ഓഫ് വൈറ്റും അല്ല ബേജും അല്ല അത്രയും ലൈറ്റർ ടോണാണ്. ഫുൾ എംബ്രോയ്ഡറി ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഇടയ്ക്കിടെ സീക്വൻസ് വർക്കും 4 സൈഡിലും 4 കോർണേഴ്സിലും ടാസൽസും കൊടുത്തിട്ടുണ്ട്. റേറ്റ് വരുന്നത് 1250. സെക്കൻഡ് വൺ വന്നിരിക്കുന്നത് നല്ലൊരു അക്വാ ഗ്രീൻ ഷെയ്ഡാണ്. അക്വാ സ്യാൻ മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് നമുക്ക് പറയാൻ പറ്റും. പാറ്റേൺ സെയിം തന്നെ, ബോട്ടം ആൻഡ് ദുപ്പട്ട വിത്ത് സെയിം പാറ്റേൺ. അടുത്തത് വന്നിരിക്കുന്നത് ഒരു പേർപ്പിളിൻ്റെ ഏറ്റവും ലൈറ്റർ ആയിട്ടുള്ള ടോൺ, ലാവൻഡറിൽ നിന്ന് പേർപ്പിളേക്കുള്ള ഒരു ട്രാൻസിഷൻ ഷെയ്ഡ് എന്ന് പറയാം. ദുപ്പട്ട ബോട്ടം എല്ലാത്തിലും സെയിം ഷെയ്ഡ് തന്നെ വരുന്നു. അടുത്തത് വന്നിരിക്കുന്നത് നല്ലൊരു പിസ്ത ഗ്രീനും ഒലിവ് ഗ്രീനും മിക്സ് ആയിട്ടുള്ള നല്ലൊരു ഗ്രീൻ ടോണാണ്. സെയിം പാറ്റേൺ തന്നെ, നല്ലൊരു ഷെയ്ഡ്. ദുപ്പട്ട റേറ്റ് വരുന്നത് 1250.